കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പാലക്കുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ബി.ജെ.പി. പാലക്കുഴ പഞ്ചായത്ത് കമ്മിറ്റി. ഡിജിറ്റൽ സർവേ അപാകത പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് എത്രയും വേഗം കരമടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പാലക്കുഴ വില്ലേജിലെ ഡിജിറ്റൽ സർവേ അപാകത പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് എത്രയും വേഗം കരമടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സർക്കാർ ജീവനക്കാരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി.ജെ.പി. പാലക്കുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി. മോഹൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒട്ടനവധി പരാതികൾ, ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണാൻ സാധിക്കും. അവയുടെ ഭൂമിയുടെ വിസ്തീർണവുമായി ബന്ധപ്പെട്ട് തലമുറകളായി കൈമാറി വന്നിട്ടുള്ള, വർഷങ്ങളായിട്ട് അവർ കലം അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് അതിൽ സർവേ നമ്പറിൽ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ അതിലെ വിസ്തീർണത്തിൽ വ്യത്യാസം വന്നു എന്നുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മാറ്റിവയ്പ്പിക്കുമ്പോൾ ഇന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിനും അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് കാർഷിക ലോണുകൾ എടുക്കുന്നതിനും ഒക്കെ ഈ കലം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഈ സമയത്ത് ഇതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് ഈ ജനങ്ങളെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി. ഗോവിന്ദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. എസ്.സി. മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് കാവന, ബി.ജെ.പി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുജിത് വി. ആർ, മഹിളാ മോർച്ച പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് കുമാരി, കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് രഘുനാഥ് പിള്ള കെ.എൻ, ഒ.ബി.സി. മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് കരോട്ടുമഠത്തിൽ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജോയി എൻ.സി, പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റുമാരായ ലാൽ കെ. തോമസ്, കുഞ്ഞ പി.കെ, പഞ്ചായത്ത് സമിതി സെക്രട്ടറി അനൂപ് എം.എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.